ഭാരതപ്പുഴയിൽ മുങ്ങിമരണങ്ങൾ ഏറുന്നു. ഒരു വർഷത്തിനിടെ പാഞ്ഞാൾ പൈങ്കുളം ഭാഗത്ത് പുഴയിൽ മുങ്ങിമരിച്ചത് 14 പേർ. മരിച്ചവരിൽ കൂടുതലും കുട്ടികൾ. കഥകളി മദ്ദള ആചാര്യൻ കലാമണ്ഡലം നാരായണൻ നായരുടെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. വിട പറഞ്ഞത് ചിട്ടവിടാതെയുള്ള വാദന ശൈലിയുടെ വക്താവ്. സെക്രട്ടറിയെ മറികടന്ന് ഹൈക്കോടതിയെ സമീപിച്ച ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ UDF. പഞ്ചായത്ത് പ്രസിഡന്റ് കോടതിയെ സമീപിച്ചത് തന്റെ അറിവോടെയല്ലെന്ന് സെക്രട്ടറി. പെരുമ്പിലാവിൽ വെള്ളം വിതരണത്തിന്റെ മറവിൽ ലഹരി വസ്തുക്കളുടെ വിൽപ്പന. വെള്ളം ഗോഡൌണിൽ നിന്നും 7 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. പാറേമ്പാടം അഗതിയൂർ റോഡിലെ പാലം ശോച്യാവസ്ഥയിൽ. പാലം പൊളിച്ചു പണിയണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. കൊറ്റംകുളത്ത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ കുടുംബത്തെ ആക്രമിച്ച പ്രതി റിമാൻഡിൽ. പെരിഞ്ഞനം പൊന്മാനിക്കുടം സ്വദേശി സമീറിനെയാണ് റിമാൻഡ് ചെയ്തത്. വാർത്തകൾ വിശദമായി. ഒരു വർഷത്തിനിടെ പാഞ്ഞാൾ പൈങ്കുളം ഭാഗത്ത് ഭാരതപ്പുഴയിൽ മുങ്ങിമരിച്ചത് 14 പേർ. മരിച്ചവരിൽ കൂടുതലും കുട്ടികൾ. വേനൽ അവധിക്കാലത്ത് ആയിരക്കണക്കിന് രക്ഷിതാക്കളും കുട്ടികളുമാണ് പുഴ കാണാനും കുളിച്ച് ഉല്ലസിക്കാനുമായി ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ എത്തുന്നത്. എന്നാൽ ആഴങ്ങളിൽ ഏതു സമയത്തും ആപത്ത് സംഭവിക്കാം. പാഞ്ഞാൾ പഞ്ചായത്തിൽ ഭാരതപ്പുഴയുടെ പൈങ്കുളം മുതൽ ദേശമംഗലം വരെയുള്ള ഭാഗങ്ങളിൽ ഒരു വർഷത്തിനുള്ളിൽ മുങ്ങിമരിച്ചത് 14 പേരാണ്. ഇതിൽ പകുതിയോളം പേർ വിദ്യാർത്ഥികളുമാണ്. പുഴയിലെ ചതിക്കുഴികളും അടിയൊഴുക്കുമാണ് പലപ്പോഴും ദുരന്തങ്ങൾക്ക് കാരണമാകുന്നത്. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപമുള്ള ഭാരതപ്പുഴയിൽ തടയണ അടച്ചതിനെ തുടർന്ന് കിലോമീറ്ററോളമാണ് വെള്ളം കെട്ടിനിൽക്കുന്നത്. വൈകുന്നേരങ്ങളിൽ ഇവിടെ ആയിരക്കണക്കിന് ആളുകളാണ് പുഴയിൽ ഇറങ്ങുന്നത്. വെള്ളത്തിലിറങ്ങുമ്പോൾ പുറമെ ശാന്തമായി തോന്നുമെങ്കിലും ഇറങ്ങിയാൽ പെട്ടെന്ന് നില കിട്ടാതെ മുങ്ങിപ്പോകും. രക്ഷിക്കാൻ ഇറങ്ങുന്നവരും അപകടത്തിൽപ്പെടും. ചെറുതുരുത്തി സ്വദേശിയായ ഒരു കുടുംബത്തിലെ 4 പേരാണ് പൈങ്കുളത്ത് ഭാരതപ്പുഴ കാണാനായി എത്തിയതിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ട് മരിച്ചത്. അടുത്ത ദിവസം ദേശമംഗലത്തും ഒരു യുവാവ് വെള്ളത്തിൽപ്പെട്ട് മരിച്ചിരുന്നു. അടിയൊഴുക്കുള്ള പുഴയിലെ ഭാഗത്ത് ചുഴികൾ രൂപപ്പെടും. പുഴയിൽ ഇറങ്ങുന്നവരെ ആഴത്തിലേക്ക് വലിച്ചെടുക്കും. ഭാരതപ്പുഴയിൽ ഇറങ്ങുമ്പോൾ ആഴങ്ങളിൽ പോവരുത് എന്ന് നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും പല ആളുകളും അത് മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്ന് ലൈഫ് ഗാർഡ് നിഷാദ് വരവൂർ പറയുന്നു. പുഴകളിൽ ചില സ്ഥലങ്ങൾ ആഴമേറിയ സ്ഥലങ്ങളുണ്ട്. പുറത്തുനിന്ന് വരുന്നവർക്ക് അറിയില്ല. ഇവിടുത്തെ ആളുകൾക്ക് കുറച്ചറിയാൻ കഴിയും. പക്ഷേ പുറത്തുനിന്ന് വിരുന്ന് വരുന്ന ആളുകൾ അപ്പോൾ ഒരു 3-4 മാസത്തിനുള്ളിൽ 10-17 മരണങ്ങൾ നമ്മളിവിടെ പല സ്ഥലങ്ങളിലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നോർമലായി വെള്ളം നിൽക്കുന്നത് കാണാം. പക്ഷേ നല്ല ആഴമേറിയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത് കുട്ടികളെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക തന്നെ വേണം. എന്നാൽ കുട്ടികൾക്ക് മാക്സിമം നീന്തൽ പരിശീലിപ്പിച്ചു കൊടുക്കുക. TCV ന്യൂസ്, ചെറുതുരുത്തി. കഥകളി മദ്ദള ആചാര്യൻ കലാമണ്ഡലം നാരായണൻ നായരുടെ സംസ്കാരം സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ നെല്ലുവായിലെ വസതിയിൽ നടന്നു. ചിട്ടവിടാതെയുള്ള വാദന ശൈലി ഇദ്ദേഹത്തെ മറ്റുള്ള മദ്ദള വിദ്വാൻമാരിൽ നിന്നും വേറിട്ടു നിർത്തിയിരുന്നു. കേരള കലാമണ്ഡലം അവാർഡ്, സംഗീത നാടക അക്കാദമി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. 50-ൽ പരം വിദേശ രാജ്യങ്ങളിൽ കലാസപര്യയുമായി സഞ്ചരിച്ചിട്ടുണ്ട്. ദീർഘകാലം ഇരിഞ്ഞാലക്കുട ഉണ്ണായി വാര്യർ കലാനിലയം, കേരള കലാമണ്ഡലം എന്നീ സ്ഥാപനങ്ങളിൽ അധ്യാപകനായിരുന്നു. പ്രമുഖ വാദ്യകലാകാരന്മാർ ഉൾപ്പെടെയുള്ള വലിയ ശിഷ്യസമ്പത്തുള്ള വ്യക്തിയായിരുന്നു നാരായണൻ നായർ. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരമർപ്പിച്ചു. കേരള സർക്കാരിനും മുഖ്യമന്ത്രിക്കും വേണ്ടി കുന്നംകുളം തഹസീൽദാർ OB ഹേമ പുഷ്പചക്രം സമർപ്പിച്ചു. AC മൊയ്തീൻ MLA, പത്മശ്രീ കലാമണ്ഡലം ഗോപി, കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, SC/ST കമ്മീഷൻ അംഗം TK വാസു, KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ VK വിജയൻ, കൊച്ചിൻ ദേവസ്വം പ്രസിഡന്റ് K രവീന്ദ്രൻ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. പ്രിയ സുഹൃത്തിന്റെ വിയോഗത്തിൽ വിതുമ്പി പത്മശ്രീ കലാമണ്ഡലം ഗോപി ആശാൻ. മദ്ദളവാദന ശൈലിയിലും ആത്മബന്ധം കാത്തുസൂക്ഷിക്കുന്നതിലും പകരം വയ്ക്കുവാനില്ലാത്ത വ്യക്തിത്വമായിരുന്നു കലാമണ്ഡലം നാരായണൻ നായരെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. അങ്ങനെയുള്ള ആ മഹാനുഭാവന്റെ നിര്യാണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചുള്ള വേദന എന്താ വെച്ചാൽ ഗോപേട്ട അത് വിളിക്കുള്ളൂ. മാത്രമല്ല ഞാൻ നാരായണകുട്ടീനെയും വിളിക്കാറുള്ളൂ. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ കൊണ്ട് ഞങ്ങളൊരു കുടുംബത്തിൻ്റെ ചായലാണ് ഇന്നേ വരെ കഴിഞ്ഞു വന്നിട്ടുള്ളത്. ആ സ്നേഹം എന്നെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ
എന്തെന്നില്ലാത്തൊരു വിഷമം മനസ്സിലുണ്ട്. സ്നേഹം കൊണ്ടും എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. ഇതുപോലെ സാത്വികനായിട്ടുള്ള മദ്ദള കലാകാരനെ കാണാൻ പറ്റില്ല എന്ന് പറയില്ല. എങ്കിലും ശരി, ഒരു അത്യത്ഭുതം തന്നെയാണ് നാരായണൻ നായരുടെ ആ സ്വഭാവത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ. ധാരാളം ശിഷ്യസമ്പത്തിന് ഉടമയായ കലാമണ്ഡലം നാരായണൻ നായർ ഇടതുപക്ഷത്തിനൊപ്പം ചേർന്നു നിന്ന കലാകാരനാണെന്നും അദ്ദേഹത്തിന്റെ വിയോഗം തീരാ നഷ്ടമാണെന്നും AC മൊയ്തീൻ MLA പറഞ്ഞു. ഒരുപാട് ശിഷ്യസമ്പത്തിനുടമയായിരുന്നു അദ്ദേഹം. കലാമണ്ഡലത്തിലും ഉണ്ണായി വാര്യർ കലാലയത്തിലും ദീർഘകാലം അധ്യാപകനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കലാമണ്ഡലത്തിലെ അതിപ്രഗത്ഭരായ ആളുകളോടൊപ്പം അരങ്ങുവാണ ആളാണ് ശ്രീനാരായണൻ നായർ. അനേകായിരം വരുന്ന ശിഷ്യസമ്പത്തിന് ഉടമയായ അദ്ദേഹം എന്നും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് ആഭിമുഖ്യം പുലർത്തുകയും അതിനോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്തയാളാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് ഞാൻ എൻ്റെ അനുശോചനം അറിയിക്കുന്നു. നാരായണൻ നായരുടെ അർപ്പണ മനോഭാവവും സ്വഭാവ സവിശേഷതയും മാതൃകാപരമാണെന്ന് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ പറഞ്ഞു. അല്ലെങ്കിൽ കലാമണ്ഡലം നാരായണൻ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം മദ്ദള ലോകത്ത്, പ്രത്യേകിച്ചും കഥകളി മദ്ദള ലോകം തീർത്താൽ തീരാത്ത ഒരു വിയോഗമാണ്. കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള അഭ്യാസം കൊടുക്കും, സഹപ്രവർത്തകരോട് വേണ്ട രീതിയിലുള്ള പെരുമാറ്റം എല്ലാം ആർജിച്ചെടുത്ത ഒരു മഹാനായ കലാകാരനായിരുന്നു ശ്രീ നെല്ലുവായ നാരായണൻ നായർ എന്ന നാരനേട്ടൻ. തനിക്ക് ശേഷം വരുന്ന കുട്ടികളെ, മുതൽ സഹപ്രവർത്തകരെ വേണ്ട രീതിയിൽ കാണാനും അവർക്ക് വേണ്ട രീതിയിലുള്ള അഭ്യാസം കൊടുക്കുവാനും ഒരുമിച്ച് കൊണ്ടു നടത്താനും 100% മനസ്സ് കാണിച്ചിരുന്ന ഒരു മഹാനായ കലാകാരനായിരുന്നു നെല്ലുവായ നാരനേട്ടൻ. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. സെക്രട്ടറിയെ മറികടന്ന് ഹൈക്കോടതിയെ സമീപിച്ച ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ UDF രംഗത്ത്. ചൂണ്ടൽ പഞ്ചായത്തിലെ തെരുവുവിളക്ക് പരിപാലന പദ്ധതിയുടെ ടെൻഡർ നടപടികളുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഹൈക്കോടതിയെ സമീപിച്ചതിനെതിരെ UDF രംഗത്ത്. പഞ്ചായത്ത് സെക്രട്ടറിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് പ്രസിഡന്റ് കോടതി നടപടികളിലേക്ക് കടന്നതെന്ന് UDF അംഗങ്ങൾ ആരോപിച്ചു. സെക്രട്ടറി പദ്ധതി നിർവഹണം നടത്തുന്ന തെരുവ് വിളക്ക് പരിപാലനത്തിനായി ഈ ടെൻഡർ ക്ഷണിച്ചിരുന്നു. ഇതിൽ കുറഞ്ഞ തുകയ്ക്ക് ടെൻഡർ വെച്ച ഡെക്കാൻ അസോസിയേറ്റ്സ് എന്ന സ്ഥാപനത്തെ ഒഴിവാക്കി രണ്ടാമത് കുറഞ്ഞ തുക കാണിച്ചയാൾക്ക് ടെൻഡർ അനുവദിക്കാൻ LDF ഭരണസമിതി തീരുമാനിച്ചിരുന്നു. ഇതിനെതിരെ UDF അംഗങ്ങളും പഞ്ചായത്ത് സെക്രട്ടറിയും വിയോജിക്കുകയും സെക്രട്ടറി സർക്കാർ ശുപാർശ ആവശ്യപ്പെട്ട് കത്ത് നൽകുകയും ചെയ്തു. തുടർന്ന് വിഷയം പഞ്ചായത്ത് ഓംബുഡ്സ്മാന്റെ പരിഗണനയ്ക്ക് വിടാനും അവസാന തീർപ്പ് വരുന്നതുവരെ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം റദ്ദ് ചെയ്യാനും സർക്കാർ ഉത്തരവായി. ഇതിനെതിരെ ടെൻഡറിൽ പങ്കെടുത്ത നിലവിലെ കരാറുകാരൻ ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങി. തുടർന്ന് കുറഞ്ഞ നിരക്കിന് ടെൻഡർ വിളിച്ച കക്ഷി ഹൈക്കോടതിയിലെത്തി സ്റ്റേ ഒഴിവാക്കി വിധി സമ്പാദിച്ചു. ഈ അവസരത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ച് മുൻവിധിക്കെതിരെ സ്റ്റേ വാങ്ങിയത്. ഇത് നിയമവിരുദ്ധമാണെന്നാണ് UDF അംഗങ്ങളുടെ ആരോപണം. തെരുവുവിളക്ക് തെളിയിക്കേണ്ടത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായതിനാലും സെക്രട്ടറി ആ ദിവസങ്ങളിൽ ലീവായതിനാലുമാണ് താൻ നേരിട്ട് ഹൈക്കോടതിയെ സമീപിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ പറഞ്ഞു. തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് പ്രസിഡന്റ് കോടതിയെ സമീപിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് സെക്രട്ടറി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിക്കും ഹൈക്കോടതി രജിസ്ട്രാർക്കും കത്ത് നൽകിയിട്ടുണ്ട്. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, UDF മണ്ഡലം ചെയർമാൻ RM ബഷീർ, ചൂണ്ടൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ആന്റോ പോൾ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി VM മുസ്തഫ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് PK പരീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCB ന്യൂസ്, കുന്നംകുളം. പെരുമ്പിലാവിൽ വെള്ളം വിതരണ ഗോഡൌണിൽ നിന്ന് 7 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. പെരുമ്പിലാവ് കരിക്കാട് ചോല സ്വദേശി ഷമീലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഗോഡൌൺ. കുന്നംകുളം പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും കുന്നംകുളം പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. സംഭവത്തിൽ പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. വെള്ളം വിതരണത്തിന്റെ മറവിലാണ് പ്രതി മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും യുവാക്കൾ ഉൾപ്പെടെയുള്ളവർക്കും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്തിരുന്നത് എന്നും MDMA ഉൾപ്പെടെ നിരവധി ലഹരി കേസുകളിൽ പ്രതിയാണ് ഷമീൽ എന്നും പോലീസ് പറഞ്ഞു. വീടിനോട് ചേർന്നുള്ള ഗോഡൌണിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ ചാക്കിലാക്കി സൂക്ഷിച്ചിരുന്നത്. പാറേമ്പാടം അഗതിയൂർ റോഡിലെ പാലം ശോച്യാവസ്ഥയിൽ. പാലത്തിന്റെ അടിവശത്തെ കമ്പികളെല്ലാം പുറത്തു കാണാവുന്ന സ്ഥിതിയിലാണ്. 1965 ആശാരിത്തോടിന് കുറുകെ പാലം നിർമ്മിച്ചത്. പാലത്തിന്റെ ഇരുവശങ്ങളിലൂടെയും ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് വലിച്ചിട്ടുണ്ട്.
സംസ്ഥാന പാതയിൽ തിരക്കേറുമ്പോൾ വലിയ വാഹനങ്ങൾ ഇതുവഴിയാണ് കടന്നു പോകാറുള്ളത്. സംസ്ഥാന പാതയും കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡുമായി ബന്ധിപ്പിക്കുന്ന വഴിയായതിനാൽ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത്. ഇടുങ്ങിയ പാലമായതിനാൽ ഒരേ സമയം ഒരു വാഹനത്തിന് മാത്രമേ ഇതിലെ പോകുവാനും സാധിക്കുകയുള്ളൂ. കാലപ്പഴക്കം കൊണ്ട് ശോച്യാവസ്ഥയിലായ പാലം പൊളിച്ചു പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൊറ്റംകുളം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ കുടുംബത്തെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് ആക്രമിച്ച പ്രതി റിമാൻഡിൽ. പെരിഞ്ഞനം പൊന്മാനിക്കുളം സ്വദേശി കാക്കരാലി വീട്ടിൽ സമീറിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരിഞ്ഞനം കൊറ്റംകുളത്തുള്ള ഹോട്ടലിന്റെ മുൻവശത്തുള്ള പാർക്കിംഗ് ഏരിയയിൽ ഞായറാഴ്ച രാത്രിയാണ് കൊറ്റംകുളം സ്വദേശിയായ സിജിലിന് മർദ്ദനമേറ്റത്. സ്ത്രീകളടക്കമുള്ള തന്റെ കുടുംബത്തിനെ അസഭ്യം പറഞ്ഞതിനെ ചോദ്യം ചെയ്തതിനുള്ള വിരോധത്താലാണ് കാറിന്റെ താക്കോൽ ഉപയോഗിച്ച് സിജിലിനെ ആക്രമിച്ചത്. തടയാൻ വന്ന ഉമ്മയെയും ഭാര്യയെയും മകളെയും ദേഹോപദ്രവം ഏൽപ്പിച്ചിരുന്നു. ആക്രമണത്തിൽ സിജിലിന്റെ പല്ല് തെറിച്ചു പോയിട്ടുണ്ട്. പാലപ്പള്ളി കുണ്ടായി ചൊക്കന റോഡിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് ഭീതി പരത്തി. കഴിഞ്ഞ ദിവസം ഉച്ചതിരിഞ്ഞ് റോഡ് മുറിച്ചു കടന്ന ആനക്കൂട്ടം റബ്ബർ തോട്ടത്തിൽ തമ്പടിച്ചിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ചൊക്കന റബ്ബർ പ്ലാന്റേഷനിൽ ഇറങ്ങിയ 20ഓളം ആനകളിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള 11 ആനകളാണ് റോഡിൽ ഇറങ്ങിയത്. ചിഹ്നം വിളിച്ച് റോഡ് മുറിച്ചു കടന്ന ആനക്കൂട്ടത്തെ കണ്ട് വാഹനയാത്രക്കാർ ഏറെ നേരമാണ് റോഡിൽ കുടുങ്ങിയത്. വളവുള്ള ഭാഗത്ത് ഇറങ്ങുന്ന ആനക്കൂട്ടത്തിന് മുൻപിൽ അകപ്പെടുന്ന വാഹനയാത്രക്കാർ പലപ്പോഴും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെടുന്നത്. പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ആനക്കൂട്ടം പകൽ സമയങ്ങളിൽ റോഡിലിറങ്ങുന്നത് നാട്ടുകാരെ ആശങ്കയ്ക്കിടയാക്കുകയാണ്. ദിവസങ്ങളായി കുണ്ടായി ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന കൂട്ടം തെറ്റിയ ഒറ്റയാനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നതിന് ഇടെയാണ് ആനക്കൂട്ടത്തിന്റെ ശല്യവും രൂക്ഷമായിരിക്കുന്നത്. ആനകളെ കാടുകയറ്റി പ്രദേശവാസികൾക്ക് സുരക്ഷയൊരുക്കാൻ നടപടി വേണമെന്ന ആവശ്യമുയരുമ്പോഴും യാതൊരു നടപടിയും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. വാടാനപ്പള്ളിയിൽ വൃദ്ധ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. നടുവിൽക്കര ബോധാനന്ദ വിലാസം സ്കൂളിന് പടിഞ്ഞാറ് കൊടുവത്തുപറമ്പിൽ 82 വയസ്സുള്ള പ്രഭാകരനെയും ഭാര്യ 72 വയസ്സുള്ള കുഞ്ഞിപ്പെണ്ണിനെയുമാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് കിടപ്പ് രോഗിയായ കുഞ്ഞിപ്പെണ്ണിനെ ശുശ്രൂഷിക്കാനെത്തിയ പാലിയേറ്റീവ് പ്രവർത്തകർ ഇവർ മരിച്ചു കിടക്കുന്നതായി കണ്ടത്. പ്രഭാകരൻ വീടിന് പുറത്തും കുഞ്ഞിപ്പെണ്ണ് അകത്ത് കട്ടിലിലുമാണ് കിടന്നിരുന്നത്. വിവരമറിഞ്ഞ് വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തി. കുട്ടനെല്ലൂർ ഫ്ളൈ ഓവറിനു സമീപം തടി കയറ്റിയ ലോറി നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിലിടിച്ച് ലോറി ക്ലീനർ മരിച്ചു. ഈരാറ്റുപേട്ട സ്വദേശി 50 വയസ്സുള്ള ബഷീറാണ് മരിച്ചത്. ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. എറണാകുളത്ത് നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോയിരുന്ന തടി കയറ്റിയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ലോറിക്കുള്ളിൽ കുടുങ്ങിയവരെ ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് പുറത്തെടുത്തത്. ബഷീർ ആശുപത്രിയിൽ എത്തും മുൻപ് മരിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒല്ലൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. MDMA കേസിൽ അറസ്റ്റിലായ വിദേശ പൗരനെ ചോദ്യം ചെയ്യലിനായി കുന്നംകുളം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. വിയൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിലുള്ള ടാൻസാനിയ സ്വദേശി അബ്ദുൽ ഹാമദ് മഖാമയെയാണ് ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ വാങ്ങിയത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ചൊവ്വന്നൂരിൽ നിന്ന് 67 ഗ്രാം MDMAയും 2 കിലോ ഹാഷിഷ് ഓയിലുമായി 2 പ്രതികളെ പിടികൂടുകയും തുടർന്നുള്ള അന്വേഷണത്തിൽ 2 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. 5 പ്രതികളുള്ള ഈ കേസിലെ 5ാം പ്രതിയാണ് വിദേശ പൗരൻ. പ്രതികൾക്ക് MDMA വിൽപ്പന നടത്തിയ കേസിലാണ് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് കുന്നംകുളം പോലീസ് വിദേശ പൗരനെ പിടികൂടിയത്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിൽപ്പന സംഘത്തിലെ പ്രധാനിയും ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വൻതോതിൽ ലഹരി വസ്തുക്കൾ എത്തിക്കുന്ന സംഘത്തലവനുമാണ് പ്രതിയെന്ന് പോലീസ് പറഞ്ഞു. കയ്പമംഗലം കാക്കാത്തുരുത്തിയിൽ ബൈക്കിൽ നിന്ന് വീണ് യുവതിക്ക് പരിക്കേറ്റു. ചളിങ്ങാട് തോട്ടുപറമ്പത്ത് ഇസ്ഹാക്കിന്റെ ഭാര്യ ഷക്കീലയ്ക്കാണ് പരിക്കേറ്റത്. 3 പീടിക കാക്കാത്തുരുത്തി റോഡിലായിരുന്നു അപകടം. ഭർത്താവുമൊത്ത് ബൈക്കിൽ പോകുമ്പോൾ എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ ഷക്കീലയുടെ തോളിലുണ്ടായിരുന്ന ബാഗ് റോഡരികിലൂടെ പോയിരുന്ന സൈക്കിളിൽ കുരുങ്ങി ബൈക്കിൽ നിന്ന് റോഡിലേക്ക് വീഴുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഷക്കീലയെ എറണാകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഞ്ചാവ് കേസിൽ കുപ്രസിദ്ധ ക്രിമിനൽ അറസ്റ്റിൽ. മറ്റത്തൂർ ഓളിപ്പാടം സ്വദേശി നമ്പുകുളങ്ങര വീട്ടിൽ കൊളത്തൂർ രഞ്ജു എന്നറിയപ്പെടുന്ന രഞ്ജുവിനെയാണ് കൊടകര പോലീസ് പിടികൂടിയത്.
കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ വാസുപുരത്തിനു സമീപം നടത്തിയ പരിശോധനയിൽ 4 കിലോ കഞ്ചാവുമായി ബിബിൻ എന്നയാൾ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. രഞ്ജുവിന് വേണ്ടിയാണ് ബിബിൻ കഞ്ചാവ് കൊണ്ടുവന്നത് എന്നും ബിബിൻ കഞ്ചാവ് കൊണ്ടുവന്നതിന് ഉപയോഗിച്ച സ്കൂട്ടർ രഞ്ജുവിന്റേതാണെന്നും കണ്ടെത്തിയതിനാലാണ് രഞ്ജുവിനെ കേസിലെ 2ാം പ്രതിയായി ചേർത്തത്. രഞ്ജു വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലെ റൌഡിയും കൊടകര, കാട്ടൂർ, കൊരട്ടി, വെള്ളിക്കുളങ്ങര എന്നീ പോലീസ് സ്റ്റേഷനുകളിലും പാലക്കാട് എക്സൈസ് ഓഫീസിലുമായി കൊലപാതകം, കവർച്ച, കഞ്ചാവ് വിൽപ്പന തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളുള്ള ആളുമാണ്. കൊടകര സർക്കിൾ ഇൻസ്പെക്ടർ പി കെ ദാസ്, ASI ഗോകുലൻ, സീനിയർ CPOമാരായ സനൽകുമാർ PS എന്നിവരടങ്ങിയ സംഘമാണ് രഞ്ജുവിനെ പിടികൂടിയത്. മോഷണ സ്വർണം വിൽക്കാൻ സഹായിച്ചയാൾ പോലീസ് പിടിയിൽ. കേസിലെ 2ാം പ്രതിയായ കോഴിക്കോട് കള്ളിയാട്ടുപറമ്പ് സ്വദേശി രജീഷ് ബാബു എന്നറിയപ്പെടുന്ന റാഷിദിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. തളിക്കുളം സ്വദേശി കൊരയാട്ടുപറമ്പിൽ സുൽഫിക്കർ അലിയുടെ വീട്ടിൽ നിന്ന് 5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കഴിഞ്ഞ നവംബറിൽ കവർച്ച ചെയ്യപ്പെട്ടിരുന്നു. വീട്ടിലെ ജോലിക്കാരിയായിരുന്ന തളിക്കുളം അറക്കാവിൽ വീട്ടിൽ ഫൗസിയയാണ് 1ാം പ്രതി. ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ 25ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സ്വകാര്യ ബസ്സുകളും വിദ്യാർത്ഥി കൺസെഷനും എന്ന വിഷയത്തിൽ തൃശൂരിൽ സംവാദം സംഘടിപ്പിച്ചു. SFI, KSU, ABVP, MSF തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകളുടെ സംസ്ഥാന നേതാക്കളും ബസ്സുടമ സംഘടനകളുടെ സംസ്ഥാന നേതാക്കളും സംവാദത്തിൽ പങ്കെടുത്തു. മനീഷ മുകേഷ് ലാൽ ചർച്ച നയിച്ചു. ബസ് വ്യവസായം സംരക്ഷിക്കാൻ വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് കാലോചിതമായി വർദ്ധിപ്പിക്കണമെന്ന് ബസ്സുടമകൾ സംവാദത്തിൽ ആവശ്യപ്പെട്ടു. ബസ് ഓണേഴ്സ് പ്രതിനിധികളായ T. ഗോപിനാഥ്, നൌഷാദ് ആറ്റുപറമ്പത്ത്, PK മൂസ, VS പ്രദീപ്, N. വിദ്യാധരൻ, ബിബിൻ ആലപ്പാട്ട്, SFI പ്രതിനിധി ഹസൻ മുബാറക്ക്, KSU പ്രതിനിധി മിവ ജോളി, ABVP പ്രതിനിധി യദുകൃഷ്ണൻ തുടങ്ങിയവർ സംവാദത്തിൽ പങ്കെടുത്തു. മണലിയിലെ പഞ്ചായത്ത് കിണറിൽ സാമൂഹ്യവിരുദ്ധർ അറവു മാലിന്യം തള്ളിയ നിലയിൽ. അളഗപ്പനഗർ പഞ്ചായത്തിന്റെ കിണറ്റിലാണ് ചാക്കുകളിലാക്കി മാലിന്യം തള്ളിയത്. പ്രദേശത്ത് രൂക്ഷമായ ഗന്ധം വന്നതിനെ തുടർന്ന് നാട്ടുകാരാണ് കിണറിൽ അറവു മാലിന്യം കണ്ടെത്തിയത്. 8 ചാക്കുകളിലായാണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കുടിവെള്ളത്തിൽ മാലിന്യം കലർത്തിയവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K. രാജേശ്വരി അറിയിച്ചു. ഇരിഞ്ഞാലക്കുട ബൈപ്പാസ് റോഡിൽ പ്രവർത്തിക്കുന്ന ചായക്കടയ്ക്ക് തീപിടിച്ചു. ടീ സ്പോട്ട് എന്ന ചായക്കടയ്ക്കാണ് തീപിടിച്ചത്. കടയിൽ ഉപയോഗിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറിലെ ചോർച്ചയാണ് അപകട കാരണം. കടയിലെ സാധന സാമഗ്രികൾ പൂർണ്ണമായും കത്തിനശിച്ചു. ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വെള്ളാങ്കല്ലൂർ ചിരട്ടക്കുന്നിൽ നിന്നും കാണാതായ യുവാവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചിരട്ടക്കുന്ന് സ്വദേശി ചേലക്കാട്ടുപറമ്പിൽ ടെറിനെയാണ് പൈങ്ങോട് പണിക്കച്ചിറയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബുദ്ധിവൈകല്യമുള്ള യുവാവിനെ കഴിഞ്ഞ ദിവസം മുതൽ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ ഇരിഞ്ഞാലക്കുട പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പണിക്കച്ചിറയിലെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൈപ്പറമ്പ് തലക്കൂട്ടുകര റോഡിൽ വഴിയാത്രികർക്ക് തടസ്സമായ മെറ്റൽ കൂട്ടം അധികാരികൾ നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് അധികാരികൾക്ക് ബിഗ് സല്യൂട്ട് എന്ന പേരിൽ മെറ്റലിന് മുകളിൽ പ്രദേശവാസികൾ റീത്ത് സമർപ്പിച്ചു. മറ്റൊരു റോഡ് പണിക്കായി ഈ റോഡിൽ മെറ്റൽ കൂട്ടിയിട്ടിട്ട് മാസങ്ങൾ പിന്നിട്ടു. കളക്ടർക്കും MLA മാർക്കും വിവരമറിയിച്ചിട്ടും നടപടിയുണ്ടായില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു. കൈപ്പറമ്പ് പഞ്ചായത്തിന്റെ ഭാഗം ടാറിംഗ് പണിക്ക് വേണ്ട നടപടികൾ ആയ സമയത്താണ് ജൽജീവൻ പദ്ധതിയുടെ റോഡ് പൊളിക്കലും പൈപ്പിടലും നടന്നത്. എന്നാൽ അതും പാതിവഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. സമയത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഇരിഞ്ഞാലക്കുട തൃപ്രയാർ റൂട്ടിലെ സ്വകാര്യ ബസ് ജീവനക്കാരന് മർദ്ദനമേറ്റതായി പരാതി. നിമ്മിമോൾ ബസ്സിലെ കണ്ടക്ടറും കാറളം കിഴുത്താണി സ്വദേശിയുമായ വലിയാട്ടിൽ സത്യപാലനാണ് മർദ്ദനമേറ്റത്. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ തൃപ്രയാർ സ്റ്റാൻഡിൽ വെച്ചാണ് ആക്രമണമുണ്ടായത്. ഇതേ റൂട്ടിൽ സർവീസ് നടത്തുന്ന കൃഷ്ണാസ് ബസ്സിലെ ജീവനക്കാരനായ രമേശാണ് മർദ്ദിച്ചതെന്ന് സത്യപാലൻ പറഞ്ഞു. കാലുകൊണ്ടുള്ള ചവിട്ടേറ്റ് ഇയാൾക്ക് നെഞ്ചിൽ ക്ഷതമേറ്റിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ വലപ്പാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ബസ്സിൽ കിടന്നിട്ട് ഉറങ്ങിപ്പോയപ്പോൾ ആടെ വന്ന് പെട്ടെന്ന് ഡോറ് തുറന്ന് ഓടി വന്നിട്ട് കോളർന്ന് പിടിക്കലും മുട്ടാലുണ്ട് ഇങ്ങനെ ഒരു അമർത്തി തന്നെ എനിക്ക് നല്ല വേദന ശ്വാസം ഇല്ലാണ്ടായി. എനിക്ക് പെട്ടെന്ന്
ഇടിച്ച മാതിരി എനിക്ക് തോന്നിയത്, ഉറക്കത്തിലാണല്ലോ ഇടിച്ച മാതിരി എനിക്ക് തോന്നിയത്. പക്ഷെ എനിക്ക് പെട്ടെന്ന് ബോധം പോയ മാതിരി. അപ്പോഴേക്കും ഡ്രൈവർ വണ്ടിയുടെ ഉള്ളിലുണ്ടായിരുന്നു. ആൾ ഓടി വന്ന് ആൾ ബലമായിട്ട് പിടിച്ച് വലിച്ചാറുകൊണ്ട് ആൾ കയ്യിൽ നിന്ന് വിട്ടു. എന്നിട്ട് ആൾ പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോൾ തന്നെ വേഗം ആൾ ഇറങ്ങി ഓടുകയും ചെയ്തു, വണ്ടിയിൽ ഓടിപ്പോയി. ആമ്പല്ലൂർ പ്യൂപ്പിൾസ് ക്രിക്കറ്റ് ക്ലബ്ബ് തൃശൂർ കേരളോർമ്മ കോളേജ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ഓൾ കേരള 2020 ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനൽ മത്സരത്തിൽ ആത്രേയ ക്രിക്കറ്റ് അക്കാദമി ജേതാക്കളായി. തൃശൂർ ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി ജോസ് പോൾ ജേതാക്കൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. KCA അപ്പെക്സ് നോമിനി സതീഷ് റണ്ണേഴ്സപ്പിനുള്ള സമ്മാനദാനം നിർവഹിച്ചു. TDCA വൈസ് പ്രസിഡന്റുമാരായ സദാനന്ദൻ, അനിൽ, ജോയിന്റ് സെക്രട്ടറി രാജേന്ദ്രൻ, PCC ആമ്പല്ലൂർ പ്രസിഡന്റ് മോഹൻദാസ് ടി മേനോൻ, സീനിയർ താരങ്ങളായ രാജേന്ദ്രൻ, ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ അനുശോചിച്ച് മാള ഫൊറോന പള്ളിയിൽ പ്രാർത്ഥനാ ദിനം ആചരിച്ചു. രാവിലെ മുതൽ വൈകിട്ട് വരെ വിവിധ ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ ആരാധനാ പ്രാർത്ഥനകൾ നടത്തി. തുടർന്ന് സംഘടിപ്പിച്ച മൗനജാഥയിൽ മാള ജുമാ മസ്ജിദ് മഹല്ല് പ്രസിഡന്റ് AA അഷ്റഫ്, പള്ളി വികാരി ഫാദർ ജോർജ് പാറമേൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഉത്സവത്തിന് മുന്നോടിയായി ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കിഴക്കേ നടപ്പുരയുടെ തെക്കുവശത്തുള്ള ആനവയറൻ മതിലിലെ ആനപ്പടി വീതി കൂട്ടി നിർമ്മിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി നിലവിലുള്ള വാതിൽ പൊളിച്ചു നീക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. ഭക്തർക്കും ആനകൾക്കും സുഗമമായി കടന്നുപോകുന്നതിനായി 5 മീറ്റർ വീതിയിലും 5 മീറ്റർ ഉയരത്തിലുമാണ് പുതിയ വാതിൽ നിർമ്മിക്കുക. കരിങ്കല്ലുകൊണ്ടുള്ള കട്ടിള പണിത് അതിനുള്ളിൽ വാതിൽ പണിയാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഉത്സവത്തിന് മുൻപായി നിർമ്മാണം പൂർത്തിയാക്കാനാണ് ശ്രമമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും വിരമിച്ച ജീവനക്കാരുടെ സംഗമം തൃശൂരിൽ നടന്നു. TC രവീന്ദ്രനാഥ്, തോമക്കുട്ടി, വത്സല, ഡാർലി, ഉഷ, ചാർലി, നീലകണ്ഠൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. TN ബാലൻ അധ്യക്ഷത വഹിച്ചു. വിജ്ഞാൻ ശ്രേഷ്ഠ അവാർഡ് നേടിയ ഗോവിന്ദൻകുട്ടി, നോവൽ രചയിതാവ് CJ അന്തോണി എന്നിവരെ ആദരിച്ചു. NG ബാബുകുമാർ, ഹരീന്ദ്രനാഥൻ എന്നിവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MKM ഇക്ബാൽ അധ്യക്ഷനായി. ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായി മരണപ്പെട്ട യൂണിറ്റ് മെമ്പർ ഷാജിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ ചെക്ക് ചടങ്ങിൽ കൈമാറി. ET ടൈസൺ MLA, വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ്, ആഘോഷ കമ്മിറ്റി ചെയർമാൻ MS സിദ്ദിഖ്, ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ, മണ്ഡലം കൺവീനർ സച്ചിദാനന്ദൻ എന്നിവർ സംസാരിച്ചു. चरांग तेरे बरनी हमेशा, चार चरांग तेरे बरनी हमेशा, पंचवा में बारन अगिया बला झूले लालन, पंचवा में बारन अगिया बला. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി വെർച്വൽ തൊഴിൽ മേളയിൽ തൊഴിൽ ലഭിച്ചവർക്ക് അനുമോദനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ശ്രീജയൻ അധ്യക്ഷത വഹിച്ചു. പ്രയോജനത്തിലേക്ക് കണ്ടെത്താനും അന്വേഷിക്കാനും എന്ന നിലയിൽ ഈ യോഗത്തിന്റെ മുകളിലുള്ള പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുവാനും കുട്ടികളുടെ സമഗ്രമായ കഴിവുകളെ തൊട്ടുണർത്തുവാനും സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർട്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുത്തൻകടപ്പുറം UP സ്കൂളിൽ ഒരുക്കിയ വർണ്ണക്കൂടാരം കുരുന്നുകൾക്ക് സമർപ്പിച്ചു.
2 ക്ലാസ് മുറികളിലും ഗ്രൗണ്ടിലും അടക്കം 13 ഇടങ്ങളിലായിട്ടാണ് മനോഹരമായ കുട്ടികൾക്ക് കളിയിലൂടെ പഠിക്കാനുതകുന്ന രീതിയിൽ വർണ്ണക്കൂടാരം ഒരുക്കിയിരിക്കുന്നത്. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ, വാർഡ് കൌൺസിലർ PK രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ചെട്ടിയങ്ങാടി ഹനഫി സുന്നത്ത് ജമാഅത്ത് മസ്ജിദ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി A. അബ്ദുൽ ബാസിദ്, സെക്രട്ടറിയായി AG ഷെയ്ഖ് അബ്ദുൽ റസാഖ് എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. പഴയന്നൂർ പഞ്ചായത്തിൽ ആർത്തവ കപ്പുകളുടെ വിതരണോദ്ഘാടനം പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷയായിരുന്നു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA ഹംസ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AK ലത, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൊണ്ടാഴി പഞ്ചായത്ത് കുടുംബശ്രീ CDS അയൽക്കൂട്ടം ഓക്സിലറി അംഗങ്ങളുടെ സർഗാത്മക വിരുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ K ഷീന അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V നിഷാമോൾ, വാർഡ് അംഗം സത്യഭാമ രാധാകൃഷ്ണൻ, സുജാത എന്നിവർ സംസാരിച്ചു. ഇനി വാണിജ്യം. പിയാജിയോ വെഹിക്കിൾസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ തൃശൂർ ജില്ലയിലെ അംഗീകൃത ഡീലറായ നടത്തറയിലെ അവറാൻ അസോസിയേറ്റ്സിൽ അപ്രീലിയയുടെ ഏറ്റവും പുതിയ മോട്ടോർ സൈക്കിൾ ട്യൂണോ 457ന്റെയും വെസ്പയുടെ ഏറ്റവും പുതിയ പ്രീമിയം സ്കൂട്ടർ വെസ്പ ടെക്കിന്റെയും ലോഞ്ചിംഗ് നടന്നു. അവറാൻ അസോസിയേറ്റ്സിന്റെ 10ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് ചടങ്ങ് നടന്നത്. ട്യൂണോ 457 ബൈക്കിന്റെ ലോഞ്ചിംഗ് പ്രമുഖ യൂട്യൂബർ അരുൺ സ്മോക്കി, അവറാൻ അസോസിയേറ്റ്സ് മാനേജിംഗ് പാർട്ണർ AM ഹോബി എന്നിവരും, വെസ്പാടെക് സ്കൂട്ടറിന്റെ ലോഞ്ചിംഗ് പിയാജിയോ വെഹിക്കിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് സൗത്ത് സോൺ റീജിയണൽ മാനേജർ അഹമ്മദ് മീരാൻ, അവറാൻ അസോസിയേറ്റ്സ് പാർട്ണർമാരായ AM റോബി, ലീബ ഹോബി എന്നിവരും ചേർന്ന് നിർവഹിച്ചു. പിയാജിയോ വെഹിക്കിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഏരിയ മാനേജർ അരുൺ രാജ്, അവറാൻ അസോസിയേറ്റ്സ് കുടുംബാംഗങ്ങൾ, കസ്റ്റമേഴ്സ്, സ്റ്റാഫ് തുടങ്ങിയവർ സന്നിഹിതരായി. അപ്രീലിയയുടെ നേക്കഡ് കാറ്റഗറി സെഗ്മെന്റിൽ വരുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയ മോട്ടോർ സൈക്കിളാണ് ട്യൂണോ 457. ഈ കാറ്റഗറിയിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് നൽകുന്ന ബൈക്കാണിതെന്ന് അവറാൻ അസോസിയേറ്റ്സ് മാനേജിംഗ് പാർട്ണർ AM ഹോബി പറഞ്ഞു. വെസ്പയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയതും മികച്ച ഫീച്ചേഴ്സ് ഉള്ളതുമായ പ്രീമിയം സ്കൂട്ടറാണ് വെസ്പാടെക്. കീലെസ് എൻട്രി, നാവിഗേഷൻ, സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി, ഇംബോളൈസർ തുടങ്ങിയ നൂതന ഫീച്ചേഴ്സ് ഈ മോഡലിന്റെ സവിശേഷതയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8606752666. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9005 രൂപ, പവന് 72,040 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3346 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാരതപ്പുഴയിൽ മുങ്ങിമരണങ്ങൾ ഏറുന്നു. 1 വർഷത്തിനിടെ പാഞ്ഞാൾ പൈങ്കുളം ഭാഗത്ത് പുഴയിൽ മുങ്ങിമരിച്ചത് 14 പേർ. മരിച്ചവരിൽ കൂടുതലും കുട്ടികൾ. കഥകളി മദ്ദള ആചാര്യൻ കലാമണ്ഡലം നാരായണൻ നായരുടെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. വിട പറഞ്ഞത് ചിട്ടവിടാതെയുള്ള വാദന ശൈലിയുടെ വക്താവ്. സെക്രട്ടറിയെ മറികടന്ന് ഹൈക്കോടതിയെ സമീപിച്ച ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ UDF. പഞ്ചായത്ത് പ്രസിഡന്റ് കോടതിയെ സമീപിച്ചത് തന്റെ അറിവോടെയല്ലെന്ന് സെക്രട്ടറി. പെരുമ്പിലാവിൽ വെള്ളം വിതരണത്തിന്റെ മറവിൽ ലഹരി വസ്തുക്കളുടെ വിൽപ്പന. വെള്ളം ഗോഡൌണിൽ നിന്നും 7 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. പാറേമ്പാടം അഗതിയൂർ റോഡിലെ പാലം ശോച്യാവസ്ഥയിൽ. പാലം പൊളിച്ചു പണിയണമെന്ന ആവശ്യവുമായി നാട്ടുകാർ.
കൊറ്റംകുളത്ത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ കുടുംബത്തെ ആക്രമിച്ച പ്രതി റിമാൻഡിൽ. പെരിഞ്ഞനം പൊന്മാനിക്കുടം സ്വദേശി സമീറിനെയാണ് റിമാൻഡ് ചെയ്തത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.